പേടിയാണ് ഈ വീട് ഇരുട്ടൊടുത്ത് പേടിച്ച് ആർത്ത് അലറുന്ന വീട്. ഞാൻ രാഷ്ട്രീയ കവിയാണ്. എന്റെ കവിത രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഞാൻ മനുഷ്യരുടെ രാഷ്ട്രീയമാണ്. സാംസ്കാരിക പ്രതിരോധത്തിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറുപ്പിൻ്റെ വിഷം ചീറ്റിക്കൊണ്ട് ഫാസിസം നാടുവാഴുന്ന കാലത്ത് മനുഷ്യത്വത്തിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന കവിയാണ് കുരീപ്പുഴ ശ്രീകുമാർ. 2026 ഏപ്രിൽ 25 പത്തനംതിട്ടയിലെ നാരങ്ങാനത്ത് നെല്ലിക്കൽ മുരളീധരൻ ഫൗണ്ടേഷൻ്റെ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം അദ്ദേഹം നടത്തിയ പ്രഭാഷണം ഒരു വിഭാഗം ആളുകൾ തടസ്സപ്പെടുത്തിയത് സാംസ്കാരിക കേരളത്തെ ലജ്ജിപ്പിച്ച സംഭവമാണ്. സമകാലിക ഇന്ത്യൻ സാഹചര്യങ്ങളെ പ്രതീകാത്മകമായി വരച്ചിട്ട് നെല്ലിക്കൽ മുരളീധരൻ എഴുതിയ വീട് എന്ന കവിത ചൊല്ലിയ ശേഷം അതിൻ്റെ പൊരുൾ വിശദീകരിക്കുന്നതിനിടയിലാണ് സദസ്സിലുണ്ടായിരുന്ന ചിലർ ബഹളമുണ്ടാക്കി പ്രഭാഷണം തടസ്സപ്പെടുത്തിയത്. വാസ്തവത്തിൽ ഇത് സങ്കടവും സന്തോഷവും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു സമ്മേളനമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. സന്തോഷം എന്ന് പറയുന്നത് നെല്ലിക്കൽ മുരളീധരൻ്റെ പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് വർക്ക്സ്, കവിതകളെല്ലാം കൂടി ലഭ്യമാക്കിയ രീതിയിൽ പ്രസിദ്ധീകരിക്കണമെന്നുള്ള നിർദ്ദേശത്തെ കോവിലേന്ദ്രൻ അടക്കമുള്ള ഭാരവാഹികളെ സമ്മതിച്ചിരിക്കുന്നതാണ് എൻ്റെ ഒരു സന്തോഷം. രണ്ടാമതൊരു സന്തോഷം, ഈ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ഞാൻ പുസ്തകം പ്രകാശനം ചെയ്യുകയോ അല്ലെങ്കിൽ കവിതാപരമായിട്ട് എനിക്ക് അനുഭവമുള്ളവരുമായ എല്ലാവരും ഉണ്ടാകണമെന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. ഞാൻ അവർക്കെല്ലാം മെസ്സേജ് ഇട്ടിരുന്നു. അവർ എല്ലാവരും തന്നെ ഇവിടെ വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അതിന് പുറത്തുള്ള ആളുകൾ ഉൾപ്പെടെ എനിക്ക് വ്യക്തിപരമായി ഏറ്റവും അടുപ്പമുള്ള, കവിത കൊണ്ട് അടുപ്പമുള്ളവരൊക്കെ ഈ സദസ്സിൽ വന്ന് ഞങ്ങളിപ്പോൾ പോയിട്ടുണ്ട്. അത്യാവശ്യം വളരെ ദൂരെയാണ്. ബോംബെ മലയാളികളുടെ ഇടയിൽ സാംസ്കാരിക പ്രവർത്തനം നടന്ന കവിയെ രാജേന്ദ്രൻ കുറ്റൂരടക്കം ഈ സദസ്സിലുണ്ട്. നിരന്തരമായ ഒരുപാട് കവികൾ കൂടെയുണ്ട്. അതാണ് വേറെ സന്തോഷം. അത് വേറെ ഇനിയൊരു സന്തോഷമുള്ളത് എൻ്റെ കുടുംബം മുഴുവൻ വന്നുള്ളതാണ്. എൻ്റെ വീട്ടിൽ 6 പേരാണുള്ളത്. 6 പേരും വന്നിട്ടുണ്ട് ഇത് കാണാനായിട്ട്. അതിൽ ഒരാൾ 8 വയസ്സുള്ള ഒരാളാണ്, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളാണ്. അയാൾ എന്നോട് പറഞ്ഞത് അയാളൊരു 10 മിനിറ്റുള്ള ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചതിന് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒരു അവാർഡ് കിട്ടി. ആ അവാർഡ് ഡൽഹിയിൽ പോയി വാങ്ങിച്ച അക്കാര്യം കൂടെ അച്ഛന് പറയണേ. ആള് പുറത്ത് നിൽക്കുക. അപ്പോൾ ആ ഒരു കണ്ടീഷൻ അയാൾ വന്നത്, അയാൾ എഴുതൊരു വന്നിട്ടാണ് എനിക്ക് സന്തോഷിക്കുന്നത്. സങ്കടം എന്ന് പറയുന്നത് നെല്ലിക്കൽ മുരളീധരൻ മരിച്ചു പോയതുകൊണ്ടാണ് ഈ അവാർഡ് ഉണ്ടാകുന്നത്. ആ മരണമാണ് സങ്കടം ഏറ്റവും പ്രധാനമായിട്ട്. എനിക്ക് വളരെ കാലം പരിചയമുണ്ടായിരുന്ന, ഒന്നിച്ച് എത്രയോ വേദികൾ കവിത വായിച്ചിട്ടുള്ള, കടമകളെ കുറിച്ചുള്ള അത്രയുമൊക്കെ എന്നോട് തുറന്നു പറയാനുള്ള ക്യാവൊന്നും കവിതയില്ല എന്നൊക്കെ എന്നോട് തുറന്നു പറഞ്ഞിട്ടുള്ള നെല്ലിക്കൽ മുരളീധരൻ. അദ്ദേഹം അകാലത്തിൽ മരണമടഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയൊരു അവാർഡിൻ്റെ സന്ദർഭം ഉണ്ടായത്. വാസ്തവത്തിൽ അത് സന്തോഷം വേറെ കവി വന്നിട്ടുണ്ട്. ഞാൻ മെസ്സേജ് അയച്ചതാണ് അവസാനമെങ്കിലും വന്നിരിക്കുന്നത്. അങ്ങനെ സന്ദർഭം ഉണ്ടായത് ആ മരണം കൊണ്ടാണ്. അത് സന്തോഷിപ്പിക്കുന്ന കാര്യമല്ല, സങ്കടപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ വേറെന്നുള്ളത്, ആ സന്തോഷങ്ങളുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ പുസ്തകങ്ങൾ ഇപ്പോൾ അച്ഛനൊരു പുസ്തകശാല ഇപ്പോൾ ഈ പുസ്തകം ചോദിച്ചപ്പോൾ പറഞ്ഞത് പുസ്തകങ്ങളൊന്നും കവിതാ പുസ്തകമൊന്നും വിറ്റു പോകത്തില്ല, അതുപോലെ കവിതാ പുസ്തകമൊന്നും ഇല്ലാതാണ്.
സന്തോഷമുള്ളൊരു കാര്യമാണ്, കവിത കച്ചവടക്കാരിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. അതായത് നമ്മൾ ഇത്രയും കാലം നമ്മളുടെ രക്തം ഊറ്റി വരിച്ച ചെല്ലോവിസ്കിമാരായിരുന്നല്ലോ കച്ചവടക്കാരെ. ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ അവരാണ് പൈസ മുടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 33% കമ്മീഷൻ തരിക. നമ്മളാണ് പൈസ മുടക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ 15% മാത്രം കമ്മീഷൻ തരിക. ഇങ്ങനെയൊക്കെ പേപ്പറിലൊക്കെ എഴുതി വയ്ക്കുന്നത് ഒരിക്കലും തരാതിരിക്കുക. ഇതാണ് പ്രസാദം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കച്ചവടത്തിൽ നിന്ന്, കച്ചവടക്കാരുടെ പിടിയിൽ നിന്നും മലയാള കവിത രക്ഷപ്പെട്ടു. അതാണ് വലിയ സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ കവിത പിന്നെ എങ്ങനെ നിലനിൽക്കുന്നു? കവിത നിലനിൽക്കുന്നത് ഈ പുതിയ മാധ്യമങ്ങളിലൂടെയാണ്. മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന സാഹിത്യശാഖ എന്ന് പറയുന്നത് കഥയല്ല, നോവലല്ല, ലേഖനമല്ല, നിരന്തരം വായിക്കപ്പെടുന്ന, ഡെയിലി വായിക്കുന്നത് കവിതയാണ്. പുസ്തക രൂപത്തിൽ നോവലുകൾ, ബെന്യാമിൻ്റെ നോവലും ജയറാമയുടെ നോവലും പെരുമ്പടവത്തെ നോവലും സന്തോഷ് ഏച്ചിക്കാരൻ്റെ നോവലും ഒക്കെ നോവലും ഒക്കെ നന്നായിട്ട് വായിക്കപ്പെടുന്നത് പുസ്തകം എന്നുള്ളതായിട്ട് വായിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതല്ല വിഷയം. ഡെയിലി വായിക്കുന്ന കവിത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്നത് കവിതയാണ്. അത് വാട്സപ്പ് കൂട്ടായ്മകളിലൂടെ, ഫേസ്ബുക്ക് കോളങ്ങളിലൂടെയൊക്കെയാണ് വായിക്കുന്നത്. നേരത്തെ പറഞ്ഞാൽ 10-16 വർഷമായിട്ട് ഞാൻ ഇന്ന് വായിച്ച കവിത എഴുതുന്നില്ല. ഒരു ദിവസം ഏറ്റവും പറഞ്ഞത് 100-200 ഇടയ്ക്ക് ആളുകൾ വായിച്ചിരിക്കും. 200 കൂടുതൽ വായിക്കുന്ന 1000-ഓളം ആളുകൾ വായിച്ച കവിതകൾ. വേടൻ്റെ കവിത, വേടനായുള്ള കാമുകിയെക്കുറിച്ച് എഴുതിയ കവിതയെ കൊടുത്ത സമയത്ത് 1000-ലധികം ആളുകളാണ് ആ കവിത കേൾക്കാനില്ല, വായിക്കാൻ വേണ്ടിയുള്ളത്. പുരുഷരാജൻ്റെ കവിത വായിക്കും അടുത്ത ദിവസവും കൂടുതൽ ആളുകൾ ഇത് ലൈക്ക് ചെയ്യുകയും കൂടുതൽ ആളുകൾ കാണുകയും ചെയ്തു. എലികളുടെ എൻ്റെ വീടെന്നുള്ള കവിത ഞാൻ ചൊല്ലി അവതരിപ്പിച്ചിരുന്നു. എത്ര പേരാണ്? 1506 പേരെ കണ്ടത് ലൈക്ക് ചെയ്തത് മാത്രമാണ്. 1000-ലധികം ആളുകളാണ് കണ്ടുപോയത്. എന്ന് പറഞ്ഞാൽ കവിത വായിക്കപ്പെടാതെ ഇരിക്കുന്നില്ല. ഡെയിലി ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നത് കവിതയാണ്, വേറൊരു സാഹിത്യ രൂപമല്ല. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹം എന്താണ്? നമ്മുടെ കവിത വിൽക്കപ്പെടണം എന്നുള്ളതാണോ വായിക്കപ്പെടണം എന്നുള്ളതാണോ? വായിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം, വിൽക്കപ്പെടുക എന്നുള്ളതല്ല. നമ്മൾ പുസ്തകം അച്ചടിച്ച് ഫ്രീ ആയിട്ട് കൊടുത്തായിരിക്കും, അതൊക്കെ നമ്മുടെ കാര്യമാണ്. നമുക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് എഴുതുന്ന കയ്യിലേക്കുള്ള നമ്മൾ കൊടുത്തായിരിക്കും. അയാളെ വായിക്കണേ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ വായിക്കപ്പെടുന്നു മലയാള കവിത എന്നുള്ള കാര്യത്തിൽ, വിൽക്കപ്പെടുന്നില്ല. കച്ചവടക്കാരനെ എഴുതുന്ന വളരെ എഴുതൽ നമുക്ക് സന്തോഷമുണ്ട്. വേറെ സാമൂഹികമായ കാര്യങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. 2 ദിവസം മുമ്പ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്, എന്നെ നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് വെടിക്കെട്ട് കൂടാണ്. ഞാൻ തൃശ്ശൂരിലുള്ള സുഹൃത്തുക്കളെ വിളിച്ച് അന്വേഷിച്ചത്, ആ വെടിക്കെട്ട് വെടിമരുന്ന് പടക്ക നിർമ്മാണശാലയിൽ അമിതമായി തടിയുള്ള ഒരാളുണ്ടായിരുന്നു. രാവിലെ ഒരു ചാനൽ നടത്തിയ അതെല്ലാം കാണിച്ചിരുന്നില്ല, ചാനലെല്ലാം കാണിച്ചു കൂടുതൽ ആൾ അസാധാരണമായ തടി വണ്ണമുള്ള ഒരാൾ അവിടെ ചെയ്തു. തീർച്ചയായിട്ടും ഇങ്ങനെ സംഭവം ഉണ്ടായാൽ അയാൾക്ക് ഓടി രക്ഷപ്പെടാമെന്ന് ഒരിക്കലും സാധിക്കില്ല. അത്രമാത്രം ഭയങ്കര തടിയുള്ള ഒരാൾ. അയാൾ രക്ഷപ്പെട്ടോ? ഈ മരിച്ച് 14 പേര് അയാൾ ഉണ്ടോ? ഞാൻ അവിടെ വടക്കഞ്ചേരിയിൽ എൻ്റെ സുഹൃത്തുക്കളെ വെച്ച് അന്വേഷിപ്പിച്ചു. അയാൾ ICUവിലാണ്. 70% കൊണ്ടുണ്ട്. ഈ പറയും ഇന്ന് രാവിലെ വരെ അത് മരിച്ചിട്ടില്ല. ആരുടെ കുറ്റമെന്നാണ് വലിയ പൊട്ടിത്തെറി ഉണ്ടായത്? എന്ത് സുരക്ഷാ സംവിധാനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്? ഏതെങ്കിലും ഒരു ഫയർ എഞ്ചിൻ ആ സ്ഥലത്തുണ്ടായിരുന്നോ? ഈ പൊട്ടിത്തെറി ഉണ്ടായ സമയത്ത്, വലിയ അഗ്നി ഉണ്ടായ സമയത്ത് ഒന്ന് അമർച്ച ചെയ്യുവാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ട ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. ഇത് ശ്രദ്ധിക്കേണ്ടിയിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എവിടെയായിരുന്നു? അവരാരെങ്കിലും നടത്തണമെന്ന കാലമൊന്നും കഴിഞ്ഞവർ എല്ലാവരുടെ കയ്യിൽ നിർദ്ദേശമുണ്ട്. ആർക്കൊരു സമയം അറിയേണ്ടെന്ന് ഈ രീതിയിൽ സമയം അറിയേണ്ടെന്ന് ഒരു കാര്യമില്ല. ബാങ്ക് വഴി സമയം അറിയുന്ന ഒരു കാര്യമില്ല. എല്ലാവർക്കും അറിയാം ഇത്രയാണ് സമയമെന്ന കാര്യമില്ല. എല്ലാവർക്കും ഈ ഫോണിരിക്കാം, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആളിൻ്റെ ഇത് ഫോണിരിക്കാം, അതൊന്നും എല്ലാവർക്കും അറിയാം. വെറുതെയാണ് മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ശബ്ദമാണ്. ആംഗുളിയായാലും ഇത്തരം പല്ല് പണികളായാലും അതുപോലെ ഇത്തരം വലിയ സഹകരണങ്ങളായാലും. ഈ വെടിക്കെട്ട് അപകടം ഉണ്ടായ സമയത്ത് അവരെ രക്ഷിക്കാൻ എന്ത് സംവിധാനമാണ് സർക്കാർ ചെയ്തത്? ഒരു ആംബുലൻസ് ആ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നോ? ഒരു ഫയർഫോഴ്സിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു? ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? നമുക്ക് ആർക്കെങ്കിലും വേണ്ടിയാണോ? സർക്കാരിൻ്റെ നിയമം എന്താണ്? സർക്കാരിൻ്റെ നിയമം അമ്പലത്തിൻ്റെ പരിസരത്ത് ശബ്ദം ഉണ്ടാക്കാനേ പാടില്ല. പാർലമെന്റ് പാസ്സാക്കിയ നിയമം അനുസരിച്ച് അമ്പലത്തിൻ്റെ പരിസരങ്ങളിൽ ശബ്ദം നിശബ്ദ മേഖലയാണത്. സൈലൻസ് സോൺ എന്നാണ് പറയുന്നത്.
ശബ്ദം ഉണ്ടാക്കാനേ പാടില്ല. ഇനി അനുമതിയോടുകൂടി ശബ്ദം ഉണ്ടാക്കിയത് 45 ഡെസിബിൾ കൂടുതൽ ഉണ്ടാക്കാനേ പാടില്ല. വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ എത്ര ഡെസിബിളാണ്? 100, 150 ഡെസിബിൾ ശബ്ദമാണ് ഉണ്ടാകുന്നത്. നിയമലംഘനമല്ല. ഈ നിയമലംഘനത്തിനെതിരെ എന്ത് കേസുണ്ടായി? 10 വർഷം മുൻപ് പുറ്റിങ്ങിൽ അപകടം ഉണ്ടായ സമയത്ത് 110 പേരാണ് മരിച്ചത്. അന്ന് അവിടുത്തെ ഒരു അമ്മ ജില്ലാ കളക്ടർക്ക് ഒരു പെറ്റീഷൻ കൊടുത്തത്, ഞങ്ങളുടെ വീടെല്ലാം വിള്ളൽ വീഴുന്നു, അതുകൊണ്ട് ദയവേദി ഇത്രയും ശബ്ദമുള്ള പടക്കം അവിടെ വെക്കരുത്, കമ്പം വെക്കരുത് എന്ന് പറഞ്ഞിരുന്നു. ജില്ലാ കളക്ടർ അനുമതി കൊടുത്തിരുന്നില്ല. പക്ഷേ ജില്ലാ കളക്ടറുടെ അനുമതി ഇല്ലാതെ തന്നെ അവിടെ കമ്പം നടത്തി 110 പേര് മരിച്ചു. ബൈക്കിൽ കമ്പങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ വീട്ടിൽ പോകാനുള്ള അത്യാവശ്യം കൊണ്ട് ബൈക്കിനകത്ത് പോയ ആളുകൾ ആ റോഡിലെത്തിയപ്പോഴാണ് ഒരു കോൺക്രീറ്റിന്റെ വലിയ കട്ട ഈ സ്ഫോടനത്തിൽ തെറിച്ചവരുടെ സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന ദേഹത്ത് കൊണ്ട് മരിക്കുന്നത്. ആലോചിച്ചത് ആർക്ക് വേണ്ടി? ഏതെങ്കിലും ആചാരത്തിനുണ്ടോ ഇത്? വെടിക്കെട്ടിന് ആചാരമാണോ? ഒരു ആചാര ഗ്രന്ഥങ്ങളിൽ ഇതില്ല, വെടിക്കെട്ട് കാണുന്നില്ല. നരകര് പണ്ട് പറഞ്ഞല്ലേ, ആന പാടില്ല, കരി പാടില്ല, കരിമരുന്ന് പാടില്ല, നമ്മൾ അനുസരിക്കാതെ പോയതല്ലേ. ഈ ആനയെല്ലാം പോയി കാട്ടിൽ കൊടുക്കണം, കാട്ടിൽ നടക്കുന്ന പാവപ്പെട്ട ആനയെല്ലാം പിടിച്ച് ആൾക്കൂട്ടത്തിനാണ് അടുത്ത് നടത്തിയിട്ട് ഈ കൊടും വെയിലത്ത് അതിനെന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ ഒന്ന് അനങ്ങിയാൽ മരിച്ചു പോകുന്നത്. ചിലപ്പോഴൊരു സഖ്യന്റെ മകൻ കവിത പറഞ്ഞില്ല, എത്ര പേരാണ് ആ കവിതയിൽ മരിക്കുന്നത്. അതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കില്ലേ? എത്രയെത്ര വെടിക്കെട്ട് അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നു. നമുക്ക് എന്ത് നടപടി എടുക്കാൻ നമുക്ക് സാധിച്ചു? എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു കാര്യമാണ്. ഈ വേദനയുടെ നടുക്കുന്നുണ്ടാണ് വാസ്തവത്തിൽ ഈ പുരസ്കാരം ഞാൻ ഏറ്റുവാങ്ങിക്കുന്നത്. വേറെന്നുള്ളത് കുറച്ച് നാളിന് മുമ്പ് കൊല്ലത്തിന് അതിഥി വന്നിരുന്നു. പാലസ്തീൻ്റെ അംബാസഡറാണ്. ഈ പാലസ്തീൻ്റെ അംബാസഡർ വലിയ ലിസ്റ്റുമായിട്ട് വന്നിരിക്കുകയാണ്. കുട്ടികളുടെ പേരാണ്. പാലസ്തീനിലെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾ, 1ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ പേരുകളാണ്. ആ പേരുകൾ 10 പേര് വീതം വായിക്കണം. ഞാനാണ് ആദ്യത്തെ പേരുകൾ വായിക്കുന്നത് അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച്. ഏതാണ്ട് 3 പേരുകൾ വായിച്ചപ്പോഴത്തേക്ക് ഞാൻ ആകെ വിഷമിച്ചു പോയി. കണ്ണുനീര് പ്രവാഹം കൊണ്ട് എനിക്ക് ആ പേരുകൾ വായിക്കാൻ സാധിച്ചില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ഓടി നടന്ന് മിഠായിയും കളിച്ച് നടക്കുന്നത് പോലെ സ്കൂളിൽ പോകുന്ന പോലെ അവിടുത്തെ കുട്ടികൾക്ക് പോകാൻ സാധിക്കുന്നില്ല. എന്തൊരു സങ്കടമാണ്. ഈ സങ്കടത്തിന് നടക്കുന്നുണ്ടല്ലേ നമ്മൾ കവിത എഴുതുന്നതും പുരസ്കാരങ്ങൾ ഏറ്റുവായിക്കുന്നതും അല്പമൊക്കെ സന്തോഷം പ്രകടിപ്പിക്കുന്നതും. വേറെ സങ്കടം അടുത്ത സമയത്ത് എനിക്കുണ്ടായ അതിൻ്റെ മരണമാണ്. ഒരു പാവപ്പെട്ട കുട്ടി പഠിക്കാനായി കോളേജിൽ നീയിരുന്നു. അതിൻ്റെ മുതിർന്ന മുകളിലത്തെ നിലയിൽ താൻ ചാടി മരിക്കുന്നു. ഒരുപാട് കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന ആ സ്പോട്ടിൽ അല്ലെങ്കിൽ കൂടി അനുഭവിക്കുന്ന ജാതീയമായ അവഹേളനമാണ്. ജാതീയമായ അവഹേളനം കേരളത്തിൽ ഇപ്പോഴും സംഭവിക്കുന്നു. എന്തൊരു സങ്കടമാണത്. നമ്മുടെ എല്ലാ ദിവസവും നേരത്തെ ഞാൻ നടത്തിയ ജാഥയെക്കുറിച്ചോട് പറഞ്ഞില്ലേ, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ 14 ജില്ലകളിലും എല്ലാ ജംഗ്ഷനിൽ ചെന്ന് ഞങ്ങൾ പറഞ്ഞു, ജാതി മതം തെറ്റാണ്, നിങ്ങൾ ജാതിയുടെ മതത്തിന്റെ പിന്നാലെ പോകരുത്, അത് മനുഷ്യവിരുദ്ധമാണ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ. പക്ഷെ ഇപ്പോഴും നടക്കുക. ജാതിയിൽ അഭിമാനിക്കുന്ന ആളുകൾ, ജാതി വാലുകൾ ഇപ്പോഴും ചുമന്ന് നടക്കുന്ന ആളുകൾ. ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, ഗസറ്റ് പരസ്യം കൊടുത്തത് മാറ്റാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഈ ജാതിവാദികൾ മാറ്റണം. വലിയ ജാതിവാദികൾ വിൽക്കുന്നവരെല്ലാം തന്നെ ഏതാണ്ട് സവർണ സമൂഹത്തിൽപ്പെടുന്ന ആൾക്കാരാണ്. നെല്ലിക്കൽ മുരളീധരന്റെ പേരിൻ്റെ ഉള്ള മുരളീധരൻ ബിർളാന്നുണ്ടെന്ന് നമുക്കറിയാലോ. പക്ഷേ അദ്ദേഹം ആ പേര് ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. ഒരു പുസ്തകത്തിന്റെയും പേര് അദ്ദേഹം എഴുതിയ കൂട്ടത്തിൽ നെല്ലിക്കൽ മുരളീധരൻ എന്നല്ലാതെ മുരളീധരൻ ബിർളാന്റെ പേര് എഴുതിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ആ പേരിനെ അദ്ദേഹം പരസ്യമാക്കാൻ ജാതി വാല് പരസ്യമാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല എന്നുള്ളത്. മലയാള സിനിമയുടെ അമ്മയെന്ന് പറയുന്നത് ദിവസ്ത്രീയാണ്. ഒരു കർഷകത്തൊഴിലാളി സ്ത്രീ. അവരാണ് ആ സ്ത്രീ സിനിമയിൽ അഭിനയിച്ചതാണ് ആദ്യമായിട്ട് അവരുടെ വീടും കത്തിച്ച് അവരെ ഇവിടെ നാട്ടിൽ നിന്ന് പായിപ്പിക്കുന്നത്. ഓടിപ്പോയവര് ജീവനും കൈപ്പിച്ചുകൊണ്ട് ഓടിപ്പോയി പി.കെ. റോസി. ഇപ്പോഴാണ് പുതിയ LDF സർക്കാരിന്റെ പുതിയ LDFന്റെ പുതിയ മാനിഫെസ്റ്റോ അനുസരിച്ച് ഇനി കൊടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ നടിക്കുള്ള സമ്മാനം പി.കെ. റോസിയുടെ പേരിൽ കൊടുക്കുന്നു പറഞ്ഞത്. ഞാൻ എത്രയോ കാലത്തിന് മുമ്പാണ് അവർക്ക് വേണ്ടി ഒരു കവിത എഴുതിയത്, നടിയുടെ രാഷ്ട്രീയ എന്നുള്ള കവിത. ആ കവിത വായിച്ചിട്ടുണ്ടല്ലോ. വിനോദ് ബ്രാഹ്മിന്റെ നോവൽ നഷ്ടനായിക ഉണ്ടാകുന്നത്. ആ നഷ്ടനായിയെ വായിച്ചിട്ടാണല്ലോ പിന്നെ ഒരു സെല്ലുലോയിഡ് എന്ന് പറഞ്ഞ കമലിന്റെ സിനിമ ഉണ്ടാകുന്നത്. ഇത്രയും കാലത്തിന് ശേഷം പി.കെ. റോസി ഇപ്പൊ അംഗീകരിക്കപ്പെടുകയാണ്. അപ്പൊ ആ പി.കെ. റോസി തുടങ്ങി വെച്ച മലയാള സിനിമയിൽ ജാതിവാദികൾ വെക്കുന്ന നടികളുടെ ബഹളമാണിപ്പോൾ. എല്ലാവരും സവർണ സമുദായത്തിൽപ്പെടുന്ന ആൾക്കാരാണ്.
സവർണ സമുദായത്തിൽപ്പെട്ട ജാതിവാലികൾ വിൽക്കുന്ന ഈ സിനിമകളിൽ ഓർക്കണം, എന്താണ് ഈ ജാതിവാലിന്റെ പ്രത്യേകത? ജാതിവാലിന്റെ പ്രത്യേകത അതിന് താഴെയുള്ള മുഴുവൻ ആളുകളെയും മനുഷ്യരായി പരിഗണിക്കാത്ത ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയാണ് ഞങ്ങൾ. അതുകൊണ്ട് ഈ ജാതിവാല് അഭിമാനമല്ല, അപമാനമാണ് എന്ന് നമ്മുടെ ബഹുമാന്യരായിട്ടുള്ള സിനിമാ നടികൾ ഓർമ്മിക്കുന്നുണ്ടോ? ഇത് കണ്ടുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കവിത എഴുതേണ്ടി വരുന്നത്, ഇത്തരം പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. സങ്കടമാണ്, ഒരു ദിവസവും സങ്കടമാണ്. വേറൊരു സങ്കടം, ഒരു സംഘം ഭജന പാടുന്നു, അതിനകത്ത് ഒരു യേശുക്രിസ്തുവിനെ വാഴ്ത്തിക്കൊണ്ടുള്ള, അത് കേട്ട യേശുക്രിസ്തുവിനെ കുറിച്ച് വാഴ്ത്തിയ പാട്ടാണെന്നൊന്നും തോന്നുന്നില്ല. ആ പാട്ട് പാടുന്നു, ആ പാട്ട് പാടി എന്താ കുഴപ്പം? ആകാശം ഒഴിഞ്ഞു വീണോ? അങ്ങനെ ഇതില്ലേ? അമ്പല കമ്മിറ്റിക്ക് യാതൊരു പരാതിയില്ല, കേട്ടുകൊണ്ടിരുന്നൊക്കെ സന്തോഷത്തോടെ ഇരുന്നു. പക്ഷെ ചില ആളുകൾ, വിഷനാവുകളുള്ള ചില ആളുകൾ വന്നിട്ട് ഇത് വർഗീയതയാണ്, അതിവിടെ പറ്റിയില്ലാത്തൊക്കെ പറയാണ്. പരസ്യമായിട്ടൊരു സ്ഥാനാർത്ഥി ഒരു പച്ച കടൽ കുഞ്ഞായിട്ട് ഗുരുവായൂരപ്പന്റെ മുമ്പിലേക്ക് ഒരു ഷാളോ ഒരു നേരിയതൊക്കെ ഇട്ട് പോവുക, ഞാൻ ഹിന്ദുവാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഹിന്ദു ആകുക, അഭിമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഹിന്ദു ആകുക എന്ന് പറഞ്ഞാൽ ജാതിയെ മതത്തെയും അനുകൂലിക്കുക, ജാതി സൃഷ്ടത്തെ അനുകൂലിക്കുക എന്നല്ലേ അതിന്റെ അർത്ഥം. ഹിന്ദു ആകുക എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണത്തെ അനുകൂലിക്കുക എന്നല്ലേ അതിന്റെ അർത്ഥം. ചാതുർവർണ്ണം ഇല്ലാത്ത, ജാതി വ്യവസ്ഥ ഇല്ലാത്ത ഒരു ഹിന്ദു മതം ഉണ്ടോ? അതുകൊണ്ടാണ് സഹോദരൻ പറഞ്ഞത് ലിക്വിഡേറ്റ് ഹിന്ദുയിസം. അതല്ലാതെ ഈ ജാതി വ്യവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു മാർഗവും ഇല്ല എന്ന് പറയുന്നത് അംബേദ്കറിന്റെ വളരെ മനോഹരമായ ഒരു കൽപ്പനയുണ്ട്. ഇന്ത്യൻ ഹിന്ദു മതം എന്ന് പറയുന്നത് ഒരു ബഹുനില കെട്ടിടമാണ്, അതിമനോഹരമായ ഒരു ബഹുനില കെട്ടിടം. ഈ കെട്ടിടത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, കണ്ട വളരെ ശോഭയുള്ളതെന്ന് തോന്നും, പക്ഷെ അതിന്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നിലയിൽ നിന്നും വേറെ നിലയിലേക്ക് പോകാനുള്ള വാതിലുകൾ ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ ഏത് നിലയിലാണോ ജനിച്ചത് ആ നിലയിൽ തന്നെ നിങ്ങൾ അവസാനിക്കും. അതാണ് ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകത. ഈ സിസ്റ്റം വേണോ വേണ്ട എന്നുള്ളതിൽ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ഭജന സംഘത്തോട് നിങ്ങൾ ഈ പാട്ടുകൾ പാടരുത് എന്നുള്ളത്. ഗാനമേളകൾ നമുക്ക് ഇഷ്ടമല്ലേ? ആളുകൾ പാട്ട് പാടാൻ നമുക്ക് ഇഷ്ടമല്ലേ? പാട്ടിന് ജാതിയുണ്ടോ? പാട്ടിന് സംഗീതമുണ്ടോ? യേശുദാസിന്റെ പാട്ടിന് പാട്ടിന് സംഗീതമില്ല, പാട്ടിന് ജാതി വ്യവസ്ഥയുണ്ടോ? യേശുദാസിന്റെ സംഗീതത്തിന് ജാതി വ്യവസ്ഥയുണ്ടോ? യേശുവിന്റെ സംഗീതത്തിന് ജാതി വ്യവസ്ഥയുണ്ടോ? മുഹമ്മദ് റാഫിയുടെ സംഗീതം ജാതിയുടെ അടിസ്ഥാനത്തിലാണോ നമ്മൾ കേൾക്കുന്നതല്ലല്ലോ. പക്ഷേ ആ ഒരു പാട്ട് പാടിയതിന് ഈ ഭജന സംഘം ക്രൂശിക്കപ്പെടുകയാണ്, വേട്ടയാടപ്പെടുകയാണ്. വളരെ മോശപ്പെട്ട ഭാഷയിൽ അവർക്കെതിരെ സൈബർ ആക്രമണങ്ങൾ നടക്കുകയാണ്. നേരത്തെ അച്ഛൻ പറഞ്ഞ നിരീശ്വരവാദിയാണ്. നെഹ്റുവിനെ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും അതുപോലെയുള്ള വലിയ മനുഷ്യരുടെയും അല്ലെങ്കിൽ ഇന്ത്യ ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദർശനമായ ചാർവാക ദർശനത്തെയും പിന്തുടരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്കിത് കാണുമ്പോൾ സങ്കടം ഉണ്ടാകുന്നുണ്ട്. പാട്ടിനെ സ്നേഹിക്കുന്ന ഒരാൾ എന്നുള്ളത് എനിക്ക് ജാതിക്ക് അതീതമായിട്ട്, മതത്തിന് അതീതമായിട്ട് ഈ പാട്ടുകളെ, സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരാളെന്ന് എനിക്ക് ഈ വിലക്ക് ഏർപ്പെടുത്തുന്നതിലോ വിയോജിപ്പുണ്ട്, സങ്കടമുണ്ട്. ആ സങ്കടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ കവിത എഴുതേണ്ടി വരുന്നത്. നഷ്ടപ്പെട്ടു പോകുന്ന കേരളീയത. കേരളം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയാത്തത്? ഇതുപോലെ ഒരു നാടുണ്ടോ വേറെ? സമാധാനം. നിങ്ങൾ രാവിലെ ഇറങ്ങി നടക്കുന്നു, ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഏതെങ്കിലും പോലീസുകാർ നിങ്ങളോട് ചോദിക്കണമെന്നോ നിങ്ങൾ എന്ത് രീതിയിൽ നടക്കുന്നു, ഇതുവരെ നടക്കാൻ പാടില്ല എന്ന് ചോദിക്കുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് പോയി കണ്ട സ്ഥലമാണ് നളന്ദ, ബീഹാറിലെ നളന്ദ കണ്ടു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പുറത്ത് വയ്ക്കുമ്പോൾ, ആ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ പോലീസുകാർ വരുന്നു. സന്ധ്യയായി. അപ്പൊ ഞങ്ങൾ ഈ പോലീസുകാരോട് ചോദിച്ചു, ഞങ്ങൾ വളരെ ദൂരെ നിന്ന് വരികയാണ്, നളന്ദ കാണാനായിട്ട് വന്നതാണ്, പക്ഷേ കുറച്ചു നേരം കൂടി ഞങ്ങൾ അവിടെ നിന്നോട്ടെ, ഈ വണ്ടി കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഉണ്ടോ? അപ്പൊ ഈ പോലീസുകാർ ഞങ്ങളോട് പറഞ്ഞത്, നളന്ദ സർവകലാശാലയുടെ മുന്നിൽ വെച്ച് പോലീസുകാർ ഞങ്ങളോട് പറഞ്ഞത്, ആദ്യം വരുന്ന വണ്ടിയിൽ കയറി പൊയ്ക്കോളാം. തൂക്കമുള്ള പോലീസുകാരാണ്. കാര്യം ഇനി ഒരു വണ്ടി വരുമോ എന്ന് നമുക്ക് നിശ്ചയമില്ല. അങ്ങനെ വണ്ടി വരാതിരുന്നാൽ നിങ്ങൾക്ക് ഇവിടെ യാതൊരു സുരക്ഷിതത്വം ഉണ്ടാവുകയില്ല. ഇതാണ് ബീഹാർ സ്ഥിതി. എത്രയോ വർഷം മുമ്പ് ഞാൻ എന്നുവെച്ചാൽ ഇതാണ് കേരളം. കേരളത്തിൽ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ നമ്മൾ വഴിയെ നടക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും നടക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടോ? കേരളം എത്രയും അഭിമാനിക്കാമല്ല. കടമ്പൂർ രാമകൃഷ്ണപിള്ള കവി ഉണ്ടായ ഒരു വലിയ നാട്, ജി കുമാരൻ സാറിനെ പോലെ വലിയൊരു കവി ഉണ്ടായ നമ്മുടെ വലിയ നാട്, എത്രയോ മഹിമകളുള്ള ഒരു പ്രത്യേക റോസാപ്പൂ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുള്ളത് എനിക്കറിയില്ല. മഞ്ഞ നിറമുള്ള റോസാപ്പിന്റെ പേരുണ്ട് ജാനകിപ്പൂ എന്നതിന്റെ പേര്. ഈ കെ ജാനകി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്റെ പേരിലുള്ള ഒരു റോസാപ്പൂ ആണ്. അപ്പൊ കേരളം എന്നുള്ള നിലയ്ക്ക് നമുക്ക് അഭിമാനിക്കേണ്ടതായിട്ടുണ്ട്. ഈ വീട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ ജീവിക്കുന്ന സമൂഹം എന്ന് പറയുന്നത് നെല്ലിക്കൽ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു വീടാണ്. അത് വളരെയധികം സങ്കടം ഉണ്ടാക്കുന്ന ഒരു ഭവനം തന്നെയാണ്. അതുകൊണ്ട്
അദ്ദേഹത്തിന്റെ വീട് എന്നുള്ള കവിത ഞാൻ ചൊല്ലാൻ ശ്രമിക്കുകയാണ്. പേടിയാണ് ഈ വീട് ഇരുട്ടൊടുത്ത്, പേ പിടിച്ച് ആർത്ത് അലറുന്ന വീട്. അറയുണ്ട് നിലവറയുണ്ട് ചുറ്റും, അറുകല വല്യച്ഛൻ കാവലുണ്ട്. അറവാതിലിൽ ഒരു നിലവിളക്ക്, നിലവിളക്കത്തു ശ്രീരാമനാമം. പകലും ഇരുട്ടാണകത്തളത്തിൽ, തുടലിലമ്മുമ്മയോ തെങ്ങുന്നു. പ്രേതമിരുട്ടത്തു തീപ്പന്തം പേറി നിലം തൊടാതെത്തുന്നു. നിലവിളക്കൂതിക്കെടുത്തുന്നു, നരിയായും നായായും മൂങ്ങുന്നു. കുളമണിച്ചത്തമായി ചുറ്റുന്നു, കിണറിനകത്തു കിലുങ്ങുന്നു. തെക്കിനി വാതിൽക്കൽ തെങ്ങുന്നു, തെറ്റെന്നു വാവലായി തൂങ്ങുന്നു. നടുമുറ്റത്തുമ്മം വളരുന്നു, നാഗത്താൻ പടമുരിഞ്ഞിഴയുന്നു. 33 ദൈവങ്ങൾ മച്ചിൽ ചിതലിനെ ഊണാവുന്നു. പേടിയാണ് ഈ വീട് ഇരുട്ടത്ത്, പേ പിടിച്ച് ആർത്ത് അലറുന്ന വീട്. അരിയിട്ട കൂട്ടിലെ തത്തമ്മ പതിവായി കാതിൽ മൊഴിയുന്നു. പാതാളത്തിന്റെ പടി കയറി പൂപ്പടവാരി ഉറഞ്ഞു തുള്ളി, പൂമുഖത്തേക്കു വരുന്നതാര്? മാവേലിയല്ല മറ്റാരാനോ. പഴകി ദ്രവിച്ചൊരി തൂണിൽ നിന്ന് പടവാടുലച്ചു വരുന്നതാര്? ഇടിയൊച്ച പോൽ മുഴങ്ങുന്നതാര്? നരസിംഹമല്ല മറ്റാരാനോ. അഴിയിട്ട കൂട്ടിലെ തത്തമ്മ പലതുമിതേ വിധം കൊഞ്ചുന്നു. ഇടവും വലവും തിരിയാതെ ഇടനെഞ്ഞു പൊട്ടി ഞാൻ നിൽക്കുന്നു. പേടിയാണ് ഈ വീട് ഇരുട്ടൊടുത്ത്, പേ പിടിച്ച് ആർത്ത് അലറുന്ന വീട്. അച്ഛന്റെ ഭാഗവതത്താളിൽ ഇറ്റുവീഴുന്നതോ കണ്ണീര്. ദിനവും മുടങ്ങാതിലയിൽ അമ്മ കനലും കടവും വിളമ്പുന്നു. അപ്പൂപ്പന്മാരുടെ കണ്ണിലൂടെ ഇച്ചവയ്ക്കുന്ന ചെറുമക്കൾ അമ്മുമ്മമാരുടെ കഥയിലൂടെ മെല്ലെ മുതിരും ചെറുമക്കൾ. തറയും പറയും പഠിച്ചൊടു ഒടുക്കം തറ തോണ്ടാൻ നന്നായി പഠിക്കുന്നു. പേടിയാണ് ഈ വീട് ഇരുട്ടത്ത്, പേ പിടിച്ചലറുന്ന വീട്. പേടി കൊണ്ടോ ഞാൻ ഇരുട്ടത്ത് പിന്നാക്കം നോക്കി നടക്കുന്നു. മൗനം മുഴങ്ങുവിടനാഴി താണ്ടി പുറവാതി തേടുന്നു. മുന്നോട്ടൊരു ചുവടേറുമ്പോൾ പിന്നോട്ട് ഇരു ചുവടെത്തുന്നു. തപ്പിത്തടയുന്ന നേരത്ത് ഉപ്പുതൂണിൽ കൈ തടയുന്നു. ഉപ്പുതൂൺ എന്നോട് ചൊല്ലുന്നു, വാക്കിതു കേട്ടു മനസ്സുണര്. പതറാതെ പിന്തിരിയാതെ എളുപ്പം മകനെ പുറത്തേക്കിറങ്ങിയോട്. പിന്നെയും മുന്നോട്ടു നീങ്ങുമ്പോൾ പിന്നിൽ ഭൂതങ്ങൾ അലറുന്നു. പിന്തിരിയാതെ അടിയൊങ്ങുന്നു. പുറവാതിലല്ലോ ഞാൻ കാണുന്നു. പുറവാതിലിൽ കൈ തൊടുന്നേരം പിറകിൽ നിന്ന് അമ്മ വിളിക്കുന്നു. പിറകിൽ നിന്ന് അച്ഛൻ വിളിക്കുന്നു. പിറകിൽ നിന്ന് ഓപ്പോൾ വിളിക്കുന്നു. കാലിന്മേലാ വിളി ചുറ്റുന്നു. കണ്ണിലിരുട്ടു കയറുന്നു. ഇത്തിരി നേരം കഴിഞ്ഞാറേ ഉപ്പുതൂണായി ഞാനും നിൽക്കുന്നു. ഈ വീട് ഇന്ത്യയാണ്. ഈ വീട് നമ്മുടെ നാടാണ്. പേടിച്ചല്ലാതെ ഈ വീട്ടിൽ കഴിയാൻ സാധ്യമല്ല. അല്പം ആശ്വാസം തരുന്നത് നമ്മുടെ കേരളമാണ്. അതുകൊണ്ടാണ് പ്രണയിച്ച പുരുഷനെ കല്യാണം കഴിക്കാനായി പ്രണയിനി ആ മനുഷ്യനോടൊപ്പം കേരളത്തിലേക്ക് വരുന്നത്. കേരളീയരെ അവരെ കല്യാണം കഴിപ്പിക്കുന്നു. പക്ഷേ വടക്കേന്ത്യയിലുള്ള ആക്രോശം നിങ്ങൾ കേട്ടില്ലേ? അതൊക്കെ തെളിയിച്ചിട്ടുണ്ട്. എന്താണ് കാര്യം? രാഷ്ട്രീയ സങ്കടമാണ് ഞാൻ പറയുന്നത്. എന്റെ സങ്കടമാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയമല്ല, സങ്കടമല്ല. ഞാൻ പറയട്ടെ, എന്നിട്ട് എന്താണെന്ന് അറിയാം? അവിടെ നിന്ന് വടക്കില്ല എന്നുള്ള ഒരു 10 കേട്ടോ, 10 കേട്ടല്ലോ.
പത്തനംതിട്ടയില് ഇവിടെ ഞാൻ പറയട്ടെ ഓക്കെ, ഞാൻ പറയട്ടെ. ഞാന് രാഷ്ട്രീയ കവിയാണ്. എന്റെ കവിത രാഷ്ട്രീയം ഉണ്ട്. അത് ഞാൻ രാഷ്ട്രീയം ഉണ്ട്. അല്ല ഇത്തരം സംസാരമൊന്നും വേണ്ട. ഇവിടെ ആളെ നമ്മൾ ഒരു അതിഥിയെ വിളിക്കുന്നത് അതിഥി പറയുന്നത് കേൾക്കാൻ വേണ്ടിയാണ്. അല്ല, ഒരു അതിഥിയെ ക്ഷണിച്ചാൽ അതിനായി നമ്മൾ അത് ശരിയല്ല സാർ. ഒരാൾക്ക് പറഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി പറയാം. അതല്ലാതെ നമ്മൾ പറയേണ്ടെന്ന് പറയാൻ പറ്റില്ല. പറയേണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ പറയേണ്ടെന്ന് പിന്നീട് പറഞ്ഞാലോ അത് ശരിയാവില്ല. ഇവിടെ നമ്മൾ വിളിച്ച ആള് പറയേണ്ട കേൾക്കലാണ് നമ്മുടെ പണി. ഇവിടെ ഒരാളെ വിളിച്ചാൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ, എല്ലാത്തരം അഭിപ്രായങ്ങളും പറയാനുള്ള ഇടം മാത്രമാണിത് എന്നാണ് നമ്മളുടെ കാഴ്ചപ്പാട്. ഒരാളുടെ അഭിപ്രായം പറയേണ്ടെന്ന് പറയാൻ ഒരാൾക്കും അവകാശമില്ല. ഒരാളെ ക്ഷണിക്കുമ്പോ ആ ആളിന്റെ അഭിപ്രായം കേൾക്കാനാണ് നമ്മൾ ചന്ദ്രപ്രസാദ് അവിടെ നിന്നിരിക്കെ. അക്കാര്യത്തിൽ ഈ ഫൗണ്ടേഷനും ഈ ചടങ്ങിനുമൊക്കെ ഇതിൻ്റെതായ ഒരു കാഴ്ചപ്പാടുണ്ട്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ആളുകൾക്കുണ്ടാവും. ആ അഭിപ്രായം എല്ലാ അഭിപ്രായങ്ങളും നമുക്ക് ഇഷ്ടമാകണമെന്നില്ല. ഇഷ്ടമില്ലാത്ത അഭിപ്രായങ്ങളും കേൾക്കേണ്ടതാണ്. കേട്ടിട്ട് ഇന്ന അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ അത് പറയാം, അത് വേറെ കാര്യം. അതല്ലാതെ യോഗത്തിന്റെ അധ്യക്ഷന്റെ ചുമതല യോഗം കേൾക്കാൻ വന്നിരിക്കുന്ന ആളുകളെ ഏറ്റെടുക്കേണ്ടതില്ല. ഇവിടെ എന്ത് നടത്തണം എന്നുള്ളത് ആളെ വിളിച്ചത് നമുക്ക് ഇഷ്ടമുള്ളത് കേൾക്കാനല്ല, ആൾക്കും പറയാനുള്ളതാണ് പറയാനാണ്. നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മളത് വേറെ പറയും. ശ്രീകുമാർ തുടരും. പ്രണയിനിയും രണ്ട് പ്രണയികൾ സുരക്ഷിതമായ കേരളത്തിലേക്ക് വന്ന് കല്യാണം കഴിക്കുകയാണ്. വടക്കേ നിന്നുള്ള ഫത്വ ആ പെൺകുട്ടിയെ 37 മാംസകഷ്ണങ്ങളായിട്ട് കൊത്തിയെരിയുമെന്നുള്ളതാണ്. കേട്ടില്ലേ? സങ്കടമാണ്, സങ്കടമാണ് പറയുന്നത്. എന്റെ സങ്കടമായിരിക്കാം എന്റെ രാഷ്ട്രീയം. ആരെങ്കിലും ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നമ്പറല്ല. CPM-ന്റെയോ CPI-യുടെയോ CPM-ന്റെയോ കേരളത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു അംഗമല്ല ഞാൻ കവിതയിട്ട് തന്നെ. എന്റെ കവിതയ്ക്ക് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയമാണ്, വേദനയുടെ രാഷ്ട്രീയമാണ്. അത് ഞാൻ എഴുതിച്ചുകൊണ്ടിരിക്കും. കേരളം എന്നുള്ള കവിത ആദിദ്രാവിഡ ജീവിതത്തിൻ പാദമുദ്രകൾ നെഞ്ചിലേറ്റി കാടിറങ്ങി കടല് മുത്തിയ കേരളീയൻ ഞാൻ. എന്റെ പെണ്ണിനു കല്ലമാല, എന്റെ കുഞ്ഞിനു കാഞ്ഞിരച്ചോറ്, എന്റെ കണ്ണിൽ കണ്ടതെല്ലാം ശവന്നാറിപ്പൂ. 2 മൺസൂൺ മഴക്കാലം, മലയിടിച്ചിൽ മണ്ണൊഴുക്ക്, പുഴവിഴുങ്ങിയ കതിരുപാടം, കളികടിച്ച കടലുകേറ്റം, മണ്ടവിണ്ട കേരവൃക്ഷം, പത്തിപൊക്കിയ രോഗനാഗം, തൊട്ടതെല്ലാം കെട്ടുകാഴ്ച കോലമാക്കിയ കേരളം ഞാൻ. എന്റെ മുന്നിൽ കാലക്കേടും കത്തിരിക്കായ. പണ്ടുകെട്ടിയ മലക്കോട്ട കല്ലിടിഞ്ഞു, കാറ്റുകൊത്തിയവൻ മുളങ്കൂട്ടങ്ങളിൽ ഞാൻ കാത്തുവച്ച കിനാവുടഞ്ഞു. പാട്ടിലെല്ലാം പട്ടി നക്കി, പാൽക്കലത്തിൽ പല്ലി തുള്ളി, തോറ്റുപോയ മനസ്സിൽ നിന്നും തോറ്റിയെത്തിയ കേരളം ഞാൻ. എന്റെ കയ്യിൽ കരിങ്കല്ലും കണ്ണകി തെയ്യം. കൊച്ചുവള്ളക്കൊമ്പിലേറി വൃശ്ചികത്തിൻ തിരത്തോട്, കൈവലയിൽ കൊഞ്ചുമത്തി കണവ ചൂരക്കൊയ്ത്തു നേടി പക്ഷിമാർഗം കരയിലെത്തി.
പീഡിപ്പുകയൂരി കെട്ടിയോളിൽ പെട്ടുറങ്ങിയ കേരളീയൻ ഞാൻ. എന്റെ നാവിൽ ജീവിതത്തിൻ മൽബറിത്തോട്ടം. ജാതിബോധ ചിരട്ടത്തീ പാതയിൽ കുളിർമഞ്ഞുപാകി കാതിലോണപ്പാട്ടുപാടി കണ്ണുനീരിൽ കുളിച്ചാടി പള്ളിക്കൂടപ്പടിയിലെല്ലാം കക്കയൊട്ടിക്കളമ്പാകി ചെങ്കൊടിക്കു ചിലങ്ക കെട്ടിയ കേരളീയൻ ഞാൻ. എന്റെ കയ്യിൽ കച്ചി പോലും കായൽ ചിത്രങ്ങൾ ചെന്നിടം പൊന്നാക്കി മാറ്റി ചെങ്കരിക്കിൻ പുലരിയാക്കി ലോകമെല്ലാം സ്നേഹവിത്തിട്ടോമനത്വ പന്തൽ കെട്ടി പ്രേമയാമിനികൾ വിടർത്തി ശ്വേതവാഹിനികൾ ചുരത്തി ജീവിതത്തിൻ തീവ്രവേദന കാവ്യമാക്കിയ മലയാളൻ എന്റെ ചങ്കിൽ കൊണ്ടതെല്ലാം ഇരുമ്പിന്തുണ്ട്. കണ്ണുകെട്ടിയ കാട്ടുനീതി ചാട്ടവാറിൽ നീറുമ്പോഴും പാട്ടകൊട്ടിയ പാൽനിലത്തിൽ ചൂട്ടയായി പോകുമ്പോഴും പണ്ടു കണ്ട മഹാബലിക്കായി കാക്കപ്പൂക്കളമിടുമ്പോഴും തോട്ടുവക്കിൽ ചൂണ്ടയിട്ട് പാട്ടുപാടിയ കേരളം ഞാൻ. എന്റെ തലയിൽ കുത്തി വീണത് കടന്നൽ കൂട്, ചിന്തയിൽ തീ കൂട്ടി നിന്നത് പകോടക്കാട്. നികുതിവാളാൽ വെട്ടിയാലും അടിമയാകാൻ മനസ്സില്ല, കൊലമരത്തെ പേടിയില്ല, വെയിലിലൊട്ടും വാടുകില്ല. ജയിലിലായാൽ ജേതാവ്, പടയൊരുക്കും ഭ്രാതാവ്, സ്വാഭിമാനപ്പുടവ ചുറ്റിയ കേരളീയൻ ഞാൻ. എന്റെ നെഞ്ചിലെ അടുപ്പത്ത് സ്വപ്ന ബിരിയാണി. തുമ്പയില്ല, തുളസിയില്ല, ചന്തയിൽ ചെഞ്ചീരയില്ല. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനുമായി പന്തയങ്ങൾ. ദൈവമെന്നാൽ സ്വാർത്ഥലാഭ ചന്ത ചൂടും തരക്കായി. താർക്കികന്റെ വെടുക്കായി പാർക്കിലെ ഒന്നുപോലായി. സംഭ്രമങ്ങൾ മുന്നിൽ വച്ച കേരളീയൻ ഞാൻ. എന്റെ കഞ്ഞിയിൽ വീണതെല്ലാം പുരാണപ്പാറ്റ. എങ്കിലും പ്രിയ പുസ്തകങ്ങൾ, ഗ്രന്ഥശാല പെരുക്കങ്ങൾ, മുന്നിൽ ദീപം കൊളുത്തുന്ന പെൺമനസ്സിൻ തിളക്കങ്ങൾ. എന്റെ തൊടിയിൽ സയൻസിന്റെ സത്യസന്ധത നോക്കി നിൽക്കും. സ്വപ്നസാധ്യതയോർത്തിരിക്കും പകൽ ചെമ്പൂവ്. സൂര്യൻ ചുംബനത്താൽ തിളപ്പിക്കും സങ്കടപ്പാല്. വടക്കൻ കഞ്ചാവുലേഹ്യം വടിച്ചുണ്ണാൻ തയ്യാറല്ല. ഹീന ഹിന്ദി സിനിമ ചെയ്താൽ ന്യൂനമാനസനാവുകില്ല. ചന്ദ്രഗിരിയിലെ ഓളമാണ്, നെയ്യാറിലെ പാറയാണ്. അമ്മയാണ്, അച്ഛനാണ്, പിന്മടക്കം സാധ്യമല്ല. ചോര തൊട്ടു സത്യമിട്ട കേരളീയൻ ഞാൻ. എന്റെ നാവ് നുണഞ്ഞതെല്ലാം കരിക്കിൻ വെള്ളം. കേരളീയൻ എന്നതല്ല, നമ്മൾ ജാതിക്കും മതത്തിനും അതീതമായിട്ട് മനുഷ്യനെ സ്നേഹിക്കണം, പ്രകൃതിയെ സ്നേഹിക്കണം. സ്നേഹമായിരിക്കണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. പ്രണയത്തെ സ്നേഹിക്കണം. എല്ലാ പ്രണയികളെയും നമുക്ക് അഭിവാദ്യം ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. എനിക്ക് പുരസ്കാരം തന്ന ഈ സമിതിയെ എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. കേട്ടപ്പെടുന്ന നിങ്ങളോടുള്ള എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. ഒറ്റ ജീവിതമുള്ളൂ. ആ ജീവിതത്തിൽ ഏറ്റവും നല്ലത് രക്തസാക്ഷിയാവുക എന്നത് തന്നെയാണ്. എനിക്ക് യാതൊരു സംശയമില്ല. രക്തസാക്ഷിത്വം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. തുമ്മം വളരുന്നു, നാഗത്താൻ പടവൊഴിഞ്ഞിഴയുന്നു. 33 ദൈവങ്ങൾ മച്ചിൽ ചിതലിനെ ഊണാവുന്നു. പേടിയാണ് ഈ വീട് ഇരുട്ടത്ത്, തീ പിടിച്ച് ആർക്ക് അലറുന്ന വീട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് വിരലമർത്തുക. നന്ദി.